ബ്രെയിൻ അനൂറിസം എന്ന് പറയുന്നത് എന്താണ്, അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം, അതിന്റെ ട്രീറ്റ്മെന്റ്, ലക്ഷണങ്ങൾ എന്നതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാൻ നമ്മളോടൊപ്പം ഡോക്ടർ മനോജ് വെള്ളനാട് ഉണ്ട്, ന്യൂറോ സർജൻ, SUT ഹോസ്പിറ്റൽ, പട്ടം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, ഈ ബ്രെയിൻ അനൂറിസം നമ്മൾ മിക്കവാറും അധികം അങ്ങനെ കേൾക്കാറില്ല, എന്നാലും ഒരുപാട് പേർക്ക് വന്നു പോകുന്ന ഒരു രോഗം തന്നെയാണ്. അപ്പോൾ ഈ ബ്രെയിൻ അനൂറിസം എന്ന് പറയുന്നത് എന്താണ് എന്നൊന്ന് ആദ്യം പറയാമോ? അന്യൂറിസം എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രീക്ക് വാക്കാണ്. അന്യൂറിസ്മ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നുണ്ടായത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വിശാലമാവുക, വികസിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ രക്തക്കുഴലുകൾ അബ്നോർമലി വികാസം പ്രാപിക്കുന്നതിനെയാണ് നമ്മൾ ഈ സാധാരണ അന്യൂറിസം എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് രണ്ട് രീതിയിൽ വരാം. എവിടെ, നമ്മുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും വരാം. ഈ ബ്രെയിനിൽ മാത്രമല്ല, ശരീരത്തിൽ എവിടെ വേണമെങ്കിലും വരാവുന്ന ഒരു സംഗതിയാണ് ഈ അന്യൂറിസം എന്ന് പറയുന്നത്. നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹം മരിച്ചതിന്റെ കാരണം തന്നെ അന്യൂറിസം ആണ്. പക്ഷെ അദ്ദേഹത്തിന് വയറിനകത്തായിരുന്നു, അയോട്ടയിലായിരുന്നു അന്യൂറിസം. അതുപോലെ എവിടെ വേണമെങ്കിലും വരാം. അതിൽ ബ്രെയിനിൽ വരുന്ന അന്യൂറിസം കുറച്ചുകൂടി സീരിയസ് ആണ്. കാരണം അത് നമ്മുടെ പല രീതിയിൽ ബാധിക്കാം. അത് പൊട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ടാണ് ബ്രെയിൻ അന്യൂറിസത്തിന് അതിൻ്റെതായ ഒരു സിഗ്നിഫിക്കൻസ് ഉള്ളത്. അപ്പോൾ അന്യൂറിസം എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകൾ, പ്രധാനപ്പെട്ട രക്തക്കുഴലുകളിൽ എവിടെയെങ്കിലും ഒരു വികാസം ഉണ്ടായിട്ട് അതൊരു കുമിള പോലെയോ അല്ലെങ്കിൽ രക്തക്കുഴൽ മൊത്തത്തിലോ വികസിക്കുന്നതിനാണ് അന്യൂറിസം എന്ന് പറയുന്നത്. കുമിള പോലെ വികസിക്കുന്നതിനെ നമ്മൾ സാക്കുലാർ അന്യൂറിസം എന്ന് പറയും. അതാണ് പൊട്ടാനുള്ള സാധ്യത കൂടുതൽ. അതിനാണ് നമ്മൾ കൂടുതൽ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു ടൈപ്പ്. എത്ര തരം ഉണ്ടാവും ഡോക്ടർ ഈ ഒരു അനൂറിസം വരുന്നത്? എങ്ങനെയായിരിക്കും ബ്രെയിനിലേക്ക്? നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണോ, അതോ ജനറ്റിക് ആണോ, ഹെറിഡിറ്ററി ആണോ, എങ്ങനെയാണ്? എത്ര ടൈപ്സും ഉണ്ട്? അന്യൂറിസം പ്രധാനമായിട്ട് രണ്ട് തരമാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാക്കുലാർ അന്യൂറിസം എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ ഒരു കുമിള പോലെ ഒരു രക്തക്കുഴൽ ഇങ്ങനെ നീണ്ടിരിക്കുന്നു, അതിൻ്റെ സൈഡിലേക്ക് ഒരു കുമിള പോലെ വരുന്നതിനാണ് സാക്കുലർ അന്യൂറിസം എന്ന് പറയുന്നത്. മറ്റൊന്ന് വെച്ചാൽ ഫ്യൂസിഫോം അന്യൂറിസം. എന്ന് വെച്ചാൽ രക്തക്കുഴൽ രണ്ട് സൈഡിലേക്കും ഒരുപോലെ ഈ വികസിച്ച് വരുന്നത്. അപ്പോൾ അതിൻ്റെ രക്തക്കുഴലിൻ്റെ ഈ ഭിത്തിക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, ആ സ്ട്രെങ്ത് കുറഞ്ഞു പോകുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഫ്യൂസിഫോം അന്യൂറിസം എന്ന് പറയുമ്പോൾ അതിങ്ങനെ വികസിച്ച് വരും. മറ്റേതെന്ന് വെച്ചാൽ കുമിള പോലെ വന്നിട്ട് നമ്മൾ ഈ ബലൂൺ ഊതി ഒരു ലിമിറ്റ് എത്തുമ്പോൾ പൊട്ടിപ്പോകുന്നല്ല, അവിടെ വെച്ച് എവിടെയെങ്കിലും വെച്ചൊന്ന് പൊട്ടിപ്പോകുമ്പോൾ അത് സിവിയർ ആയിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവും, അത് പ്രശ്നമാകും. ഈ ഫ്യൂസിഫോം അന്യൂറിസം ഇങ്ങനെ പൊട്ടാനുള്ള സാധ്യത അത്രയില്ല. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഈ സ്യൂഡോ അന്യൂറിസം എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി, ഒരു മുറിവ് പറ്റി, രക്തക്കുഴൽ പൂർണ്ണമായിട്ട് മുറിഞ്ഞു പോയില്ല, പകുതി മുറിഞ്ഞു പോയി, അപ്പോൾ അവിടെയും സ്ട്രെങ്ത് കുറയാമല്ലോ. അപ്പോൾ ആ ഭാഗത്തു നിന്നും ഒരു കുമിള പോലെ പൊങ്ങി വരുന്നത് അതിന് സ്യൂഡോ അന്യൂറിസം എന്നൊക്കെ പറയും. അങ്ങനെയും പറയാറുണ്ട്. ഇതിൻ്റെ ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കുറവാണ്. പക്ഷെ ഒരു ഫാമിലിയിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ മറ്റ് ചില കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം ജന്മനാൽ തന്നെ ഈ അന്യൂറിസം വരാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്ന കണ്ടീഷൻസ്. ഇപ്പോൾ ഈ ഓട്ടോസോമൽ ഡോമിനന്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്. പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് അത് കിഡ്നിക്കകത്ത് സിസ്റ്റ് വരുന്നതാണ്. അതുപോലെ തന്നെ അതേപോലത്തെ സിസ്റ്റുകൾ രക്തക്കുഴലുകളിലും വരാം. അത് ഈ തലച്ചോറിലെ രക്തക്കുഴലിലും വരാം. അതൊരു ജനറ്റിക്കായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു കണ്ടീഷനാണ്. പിന്നെ ലൈഫ് സ്റ്റൈലിനെ പറ്റി ചോദിച്ചുകൊണ്ട് അത് ഈ അപകടം വന്നതുപോലെ അല്ലേ? അത് മാത്രമല്ല, ഇപ്പം ഈ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഈ അന്യൂറിസത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞത് ഹൈപ്പർ ടെൻഷനാണ്, ഹൈ BP ആണ്. അപ്പോൾ കുറേ നാളായിട്ട് അൺകൺട്രോൾഡ് ആയിട്ടുള്ള BP ഉള്ള ആൾക്കാരിൽ അന്യൂറിസം സാധ്യത കൂടുതലാണ്. സ്മോക്കിംഗ് ഒരു ഭയങ്കരപ്പെട്ടൊരു റിസ്ക് ഫാക്ടറാണ്. നമ്മുടെ ബ്രെയിനിൽ തന്നെയാണോ? ബ്രെയിൻ അന്യൂറിസത്തിൻ്റെ റിസ്ക് ഫാക്ടറാണ് ഞാൻ ഈ പറയുന്നത്. അത് ഹൈപ്പർ ടെൻഷൻ, സ്മോക്കിംഗ്, ആൽക്കഹോളിസം, മറ്റ് ഡ്രഗ്സ് എല്ലാം തന്നെ അതിനൊരു റിസ്ക് ഫാക്ടറായിട്ട് വരാം. ഓക്കെ. നമുക്ക് ഇപ്പോൾ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ അനൂറിസം ഉണ്ട് എന്നുള്ളത്? ഇപ്പൊ BP ഉള്ള ആള് പിന്നീട് അനൂറിസം ബാധിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക് അനൂറിസം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? അനൂറിസത്തിന് മാത്രമായിട്ടൊരു ലക്ഷണം പറയാൻ പ്രയാസമാണ്. പ്രധാനമായിട്ടും ഇതൊരു സൈലന്റ് ആയിട്ടുള്ളൊരു രോഗമാണ്. ഇപ്പോൾ നമുക്ക് തലച്ചോറിനകത്ത് ഒരു കുമിള പോലെ ഇരിക്കുന്ന, രക്തക്കുഴൽ കുമിള പോലെ ഇരിക്കുന്നു, നമ്മൾ അറിയുന്നില്ല. പക്ഷെ ചില ആൾക്കാരിൽ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാം. അതും ഈ അന്യൂറിസമുള്ള എല്ലാവരിലും അത് വരണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാം. ആ തലവേദന തന്നെ ഒരു പ്രത്യേക സ്വഭാവമുള്ളതായിരിക്കാം. അതിന് നമ്മൾ മെഡിക്കലിൽ തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ ഒരു മിന്നൽ വരുന്ന പോലെ പെട്ടെന്ന് വരികയും ഭയങ്കര സിവിയർ ആയിട്ടുള്ള തലവേദന വരികയും
അങ്ങനെയുള്ള തലവേദന പക്ഷേ അത് കുറേ നേരം നിന്നിട്ട് അതങ്ങ് മാറും. അപ്പം അങ്ങനെയുള്ള വളരെ സിവിയറായുള്ള തലവേദനയൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ചില അന്യൂറിസത്തിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് ചില സിംറ്റംസ് ഒക്കെ വരാം. ഇപ്പോൾ കണ്ണിലേക്കുള്ള ഞരമ്പിൻ്റെ തൊട്ടടുത്താണ് ഇതിരിക്കുന്നതെങ്കിൽ ആ ഞരമ്പിനെ അമർത്തുന്നത് കാരണം കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ വരാം. അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുന്ന സ്വഭാവം ഉണ്ടാവാം, ബ്ലറിങ് വരാം. അല്ലെങ്കിൽ ഈ കൺപോള അടഞ്ഞു പോകുന്ന പോലത്തെ ഡ്രൂപ്പിംഗ്, അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ വരാം. ഇതിൻ്റെ കൂടെ തലവേദനയും കൂടെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംശയിക്കാം. അപ്പോൾ അതൊക്കെയാണ് പൊട്ടാത്ത അന്യൂറിസത്തിന്റെ ലക്ഷണങ്ങൾ. പൊട്ടുക എന്ന് പറയുന്നത് വേറൊരു രോഗമായി. ഓക്കെ. അപ്പൊ ഈ പൊട്ടാത്ത അന്യൂറിസം ആണെങ്കിലും പൊട്ടുന്ന അന്യൂറിസം ആണെങ്കിലും നമുക്ക് എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്സ്? നമുക്ക് മെഡിസിൻ എടുത്താൽ മാറുമോ, അതോ ഇത് സർജറിയിലേക്ക് തന്നെ പോകണം? ഇതിന് മെഡിസിൻ ഒന്നും ഇല്ല. കാരണം ഇതൊരു സ്ട്രക്ചറൽ പ്രോബ്ലം ആണ്. ഇതിപ്പോൾ ഒരു കുമ്മള പോലെ ഇരിക്കുന്നുണ്ട്, അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. ഇപ്പോൾ പൊട്ടാത്ത അന്യൂറിസം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലുള്ള ലക്ഷണങ്ങൾ കാരണം ഒരു സ്കാൻ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്നതാവാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖത്തിന് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇൻസിഡൻ്റലി ഡിറ്റക്റ്റഡ് ആയിട്ടുള്ള അന്യൂറിസം ആവാം. അപ്പോൾ അതിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്മളത് മാനേജ് ചെയ്യണോ, ലൊക്കേഷൻ അനുസരിച്ച് ഒക്കെയാണ്. ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ മറ്റ് പ്രായം, മറ്റ് രോഗാവസ്ഥകൾ അനുസരിച്ചാണ് അത് ട്രീറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. മെഡിക്കൽ മാനേജ്മെൻറ്റ് ഇല്ല, അത് സർജിക്കൽ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ഓപ്ഷൻസേ ഉള്ളൂ. പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് എന്നുള്ളതല്ല. ഈ അന്യൂറിസം പൊട്ടുക എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ വരാവുന്ന ഏറ്റവും സീരിയസ് ആയിട്ടുള്ള രോഗമാണ്. നമ്മൾ പലപ്പോഴും ബ്രെയിൻ ട്യൂമർ, ബ്രെയിനിനകത്ത് ക്യാൻസർ എന്നൊക്കെ പറയുന്നതിന് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് കാണും. പക്ഷേ ക്യാൻസർ വന്നാലും നമുക്കത് കണ്ടുപിടിച്ച് ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ കുറച്ചൊരു സമയം കിട്ടും. നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും ലൈഫ് കിട്ടും. പക്ഷെ അന്യൂറിസം റപ്ചർ എന്ന് പറയുന്നത് ഇത് റപ്ചർ ആയി കഴിഞ്ഞാൽ ഒരു 50% ആൾക്കാരും ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ മരിച്ചു. അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഒരു പ്രശ്നമില്ലായിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അന്യൂറിസം റപ്ചർ ആവാം. അത് ചിലപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലേ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളായിരിക്കും. പക്ഷെ എന്നിട്ട് ഈ ആശുപത്രിയിൽ എത്തുന്ന 50%-ലും ഒരു 30% പേര് ആശുപത്രിയിൽ വെച്ച് മോശമാവാം. നമ്മൾ സർജറിയൊക്കെ ചെയ്താലും ചില ഇതിൽ മോശമാവും. അപ്പം ഒരു ചെറിയൊരു ശതമാനം ആൾക്കാരെ മാത്രമേ അന്യൂറിസം റപ്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ രക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ നമ്മുടെ ഒരു ഇയർലി ആക്സസ് കാരണം നമുക്കത് കുറേ കൂടെയൊക്കെ പെർസെൻറ്റേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നാലും ഒരു സിഗ്നിഫിക്കന്റ് നമ്പർ ഓഫ് ആൾക്കാർ നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു അസുഖം തന്നെയാണ്. പേടിക്കേണ്ട ഉണ്ടെങ്കിൽ അത് പേടിക്കേണ്ടതാണ്. പക്ഷെ അത് ഉണ്ടാകുമോ എന്ന് ആലോചിച്ച് പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കും? ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന ഈ പറഞ്ഞ പോലെ BP ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്തുക. സ്മോക്ക് ചെയ്യുന്ന ആളിൻ്റെ അടുത്ത് പോലും പോകാതിരിക്കുക. പിന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. കൃത്യമായിട്ടുള്ള എക്സസൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പിന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ ആരെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്ത് സ്കാൻ വേണോ വേണ്ടേ, അപ്പോൾ സ്കാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇല്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കൂളായിട്ടിരിക്കാമല്ലോ. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റപ്ചർ ആയി കഴിഞ്ഞാൽ സർവൈവൽ റേറ്റ് വളരെ കുറവാണ് എന്ന് പറഞ്ഞു. ഒരു സഡൻ ഡെത്തിലേക്കൊക്കെ പോകുമെന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെ ഒരു രീതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഈ പേഷ്യന്റിനെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിക്കുമോ? ഈ റപ്ചർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അന്യൂറിസത്തിന്റെ സൈസ് വളരെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ ഈ റപ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും രക്തക്കുഴൽ പൊട്ടി, പിന്നെ അത് കണ്ടിന്യൂസ് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ അങ്ങനെയല്ല. നമ്മളൊരു ബ്ലീഡിങ് ഒരിടത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ശരീരം തന്നെ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും രക്ഷപ്പെടുന്നത്. ഈ 50% ആൾക്കാർ മരിച്ചു പോകാൻ സാധ്യത ഉണ്ട്, 50%-ഓളം. പക്ഷേ ബാക്കിയുള്ളവരിൽ രക്ഷപ്പെടാൻ സാധ്യത വെച്ചാൽ ബ്ലീഡിങ് അവിടെ വെച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ക്ലോട്ടിംഗ് മെക്കാനിസത്തിന്റെ ഒരു അതെങ്ങനെയാണ് ഡോക്ടർ ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? ഏതൊക്കെ രീതിയിലായിരിക്കും ഈ പറയുന്ന ഇപ്പോൾ റപ്ചർ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരാൾ വെറുതെ TV കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പോൾ പെട്ടെന്നൊരു തലവേദന ഒരു പോലെ വരാം, അല്ലെങ്കിൽ ഒരു ബോധക്കേട് വരാം. കണ്ടുകൊണ്ടിരുന്ന് പെട്ടെന്ന് ബോധം കെട്ട് വീണു, അല്ലെങ്കിൽ അപസ്മാരം പോലെയൊക്കെ വരാം. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ രോഗികൾ പ്രസന്റ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് നമ്മളെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, അവർ പരിശോധിക്കുന്നു. മിക്ക കേസിൽ ഇപ്പോൾ ആശുപത്രിയിൽ എത്തുന്ന മിക്ക കേസിലും ചിലപ്പോൾ ആൾക്കാർ വളരെ കോൺഷ്യസ് ആയിരിക്കും. എനിക്ക് തലവേദന, ഈ പ്രശ്നങ്ങൾ, രോഗി തന്നെ ആയിരിക്കും ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, പെട്ടെന്ന് വന്നതുകൊണ്ട് നമ്മളൊരു
സംശയത്തിന്റെ പുറത്ത് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആയിരിക്കും കാണുന്നത്. MRI അല്ല, ആദ്യത്തെ അതിൽ CT എടുത്ത് നോക്കും. CT എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് ഈ സബ്അരക്നോയിഡ് ഹെമറേജ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. എന്നുവെച്ചാൽ നമ്മുടെ തലച്ചോറിന്റെ പല പല ലെയറുകളുണ്ട് തലച്ചോറിനെ കവർ ചെയ്യുന്നത്. അതിലൊരു അരക്നോയിഡ് ലെയറിന്റെ അകത്ത് ഉണ്ടാകുന്ന ബ്ലീഡ് എന്നുള്ള രീതിയിലാണ് സബ്അരക്നോയിഡ് ഹെമറേജ് എന്ന് വെച്ചാൽ അത് തലച്ചോറിന് മൊത്തം പൊതിഞ്ഞുന്ന ഒരു മെംബ്രെയിനാണ്. അപ്പോൾ തലച്ചോറ് മൊത്തത്തിൽ പടർന്നായിരിക്കും ബ്ലീഡിങ് വരുന്നത്. അപ്പോൾ ഈ സബ്അരക്നോയിഡ് ഹെമറേജ് ആ ഒരു പ്രത്യേക പാറ്റേണിലായിരിക്കും ഇത് ബ്ലീഡ് ചെയ്യുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ സംശയിക്കണം ഇത് അന്യൂറിസം ബ്ലീഡ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് സ്പോണ്ടേനിയസ് ആയതുകൊണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് രോഗിക്ക് ഫസ്റ്റ് കൊടുക്കേണ്ട മറ്റിത് കൊടുക്കണം. ബ്ലീഡ് ഫിറ്റ്സ് സീഷർ വന്നില്ലെങ്കിൽ പോലും ഇനി വരാൻ ചാൻസ് ഉണ്ട്. തലയ്ക്കകത്ത് നീര് കൂടാൻ ചാൻസ് ഉണ്ട്, മറ്റു പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മരുന്ന് കൊടുക്കുക. എന്നിട്ട് ഒരു CT ആൻജിയോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യണം. ഈ ആൻജിയോഗ്രാമിലാണ് നമ്മൾ ഈ അന്യൂറിസം ഉണ്ടോ എന്ന് കണ്ടെത്തുന്നത്. എവിടെയാണ് ഇതുള്ളത്, അതിൻ്റെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, സൈസ് എത്ര, എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്, വേറെ അന്യൂറിസം ഉണ്ടോ, പൊട്ടി തുറന്നായിരിക്കും പക്ഷെ വേറെയും കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ മൾട്ടിപ്പിൾ ആയിട്ടൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും മറ്റ് സ്വഭാവങ്ങളും രോഗിയുടെ മറ്റ് ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത് ഇയാൾക്ക് എന്ത് ചികിത്സ കൊടുക്കണം. എന്തായാലും അതിന് അന്യൂറിസത്തെ ടാക്കിൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചികിത്സ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഈ ചികിത്സ എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. ഒന്ന്, ഈ അന്യൂറിസ ഒരു കുമിള പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രക്തക്കുഴലിൽ നിന്ന് ആ കുമിളയിലേക്ക് ഉള്ള ഒരു നെക്ക് ഉണ്ടാവും, ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ അവിടെ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അന്യൂറിസത്തിലേക്ക് ഇതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പൊട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഒരിക്കൽ കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് രോഗിയെ കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പൊട്ടാത്ത അന്യൂറിസം പോലും നമ്മൾ സർജറി ചെയ്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ മാനേജ് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നില്ല. അപ്പോൾ ക്ലിപ്പ് ചെയ്യാം, ഈ പറഞ്ഞ ക്ലിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ കോയിലിംഗ് എന്ന് പറയുന്നത്. ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ തല തുറന്ന് അകത്ത് പോയി രക്തക്കുഴലിൽ നേരിട്ട് കണ്ട് ചെയ്യുന്നതാണ് ക്ലിപ്പിംഗ്. അത് കുറച്ച് മോർബിഡിറ്റി കൂടുതലുള്ളൊരു സർജറിയാണ്. അത് ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്നതാണ്. മറ്റൊന്ന് വെച്ചാൽ കോയിലിംഗ്, രക്തക്കുഴലിനകത്തൂടെ നമ്മൾ ഈ ആൻജിയോപ്ലാസ്റ്റി, ഹാർട്ടിനൊക്കെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യില്ല, രക്തക്കുഴലിനകത്തൂടെ പോയിട്ട് അതുപോലെ പോയി തലച്ചോറിനകത്തുള്ള രക്തക്കുഴൽ ആ ഭാഗത്ത് ചെന്ന് അകത്തൊരു കോയിൽ, മെറ്റൽ കോയിലിട്ട് അടച്ചു വയ്ക്കും. കുറേ നാൾ കഴിയുമ്പോൾ ഇത് താനെ അടഞ്ഞോളൂ, ഫൈബ്രോസ് വന്ന് അടയും. ഇത് രണ്ടുമാണ് മെയിൻലി നമ്മൾ ചെയ്യുന്നത്. പിന്നെയും വേറെ ഒക്കെ ഉണ്ട്. ലൊക്കേഷൻ അനുസരിച്ച് ഈ കോയിലിംഗ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഏരിയകളുണ്ടാവാം. അല്ലെങ്കിൽ വലിയ അന്യൂറിസം, ജയന്റ് അന്യൂറിസം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന നെക്ക് ഭയങ്കര വൈഡായിട്ടിരിക്കും. അപ്പം അതിലൊന്നും കോയിൽ ഇട്ട് കഴിഞ്ഞാൽ കോയിൽ ഇളങ്ങിപ്പോകും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വേറെ ചില ഫ്ലോ ഡൈവർട്ടർ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ സ്റ്റെൻഡ് അസിസ്റ്റഡ് കോയിലിംഗ് എന്നൊക്കെ പറയുന്ന കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സയൊക്കെ കൊടുക്കാൻ പറ്റും. ഒരു പരിധി വരെ നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചികിത്സ കൊടുത്ത് ഇപ്പൊ റപ്ചർ ആയാൽ പോലും, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ റപ്ചർ ആയാൽ 50% പേരും മരിച്ചു പോകുമെന്ന് പറഞ്ഞു. പക്ഷെ റപ്ചർ ആയി കഴിഞ്ഞാലും ഇപ്പൊ ഏർലിയസ്റ്റ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞാലും ജീവിക്കാം. ഇപ്പം നമ്മുടെ കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ്, ഇപ്പം ട്രംപിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ തലച്ചോറിന്റെ 2 സൈഡിലും അന്യൂറിസം സർജറി ചെയ്തതാണ്. എത്ര വർഷം മുമ്പ്, 1988 അന്യൂറിസം. അയാൾ ഇപ്പോഴും അതിനുശേഷം എത്രയോ വർഷം കഴിഞ്ഞാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റും ഒക്കെ ആയത്. അതുപോലെ തന്നെ ഇത് മറ്റൊരു ഇപ്പോഴത്തെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ വേറൊരാൾ, മറ്റേ ഗെയിം ഓഫ് ത്രോൺസിലെ നായിക എമീലിയ ക്ലർക്ക്. എമീലിയ ക്ലർക്കിനെ എല്ലാവർക്കും അറിയായിരിക്കും. എമീലിയ ക്ലർക്ക് 24 വയസ്സുള്ളപ്പം അന്യൂറിസം 2 പ്രാവശ്യം സർജറി ചെയ്തു. 2011 24 വയസ്സുള്ളപ്പോൾ ആദ്യം അന്യൂറിസം റപ്ചർ വന്നിട്ട് അവർക്ക് കോയിലിംഗ് ചെയ്തു. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അവർക്ക് വീണ്ടും വേറൊരു അന്യൂറിസം, വേറെ അന്യൂറിസം ഉണ്ടായി. അത് കോയിലിംഗ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ റപ്ചർ ആയിപ്പോയി. ഈ പ്രൊസീജിയറിനിടയിൽ എന്തോ റപ്ചർ ആയി പോയിട്ട് ഓപ്പൺ സർജറി ചെയ്യേണ്ടി വന്നു. ഓപ്പൺ സർജറി ചെയ്ത് ക്ലിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് അതിനൊക്കെ ശേഷമാണ് അവർ ഈ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ അഭിനയിച്ച് ഇപ്പോഴും അവരൊരു സംഘടനയൊക്കെ നടത്തുന്നുണ്ട്. ഈ അന്യൂറിസം റപ്ചർ അല്ലെങ്കിൽ അതുപോലത്തെ ന്യൂറോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായ ആൾക്കാരിൽ. കാരണം ഇവർക്ക് ഈ സർജറി കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റീഹാബിലിറ്റേഷനിലൂടെയാണ് ശരിയായി വന്നത്. അപ്പോൾ സെയിം യു എന്നാണ് ആ സംഘടനയുടെ പേര്. ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു സംഭവമാണ് സെയിം യു.
ഓക്കെ, അപ്പോ ഈ പറഞ്ഞ സെലിബ്രിറ്റീസിനെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അവരുടെ ഞാനത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ ആൾക്കാർ ചിലപ്പോൾ പേടിച്ചു, ഇനി അന്യൂറിസം ഉണ്ടെങ്കിൽ പിന്നെ ജീവിതം തീർന്നു പോയി, ഓപ്പറേഷൻ ചെയ്താലും രക്ഷയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കണ്ട. പക്ഷേ സീരിയസ് ആയിട്ടുള്ള അസുഖമാണ്. പക്ഷെ അതിന് നമ്മൾ നിലവിൽ നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അറിവുണ്ട്, നമുക്ക് അതിനുള്ള സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ഇപ്പോൾ ബ്രെയിൻ അന്യൂറിസത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ആർക്കും ഇങ്ങനെയുള്ള വലിയ വലിയ അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതോടൊപ്പം തന്നെ പ്രത്യാശിക്കാം. ഡോക്ടർ ഇത്രയും നേരം നമുക്ക് തന്നതിന്, ഈ ഒരു സമയം ഒരുപാട് തിരക്കുള്ള ആളാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ പോവേണ്ടതുണ്ട്. എന്നിരുന്നാലും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ താങ്ക് യു ഡോക്ടർ. ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.